ഹലോ മക്കളെ, ഹിന്ദി ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മിസ് വന്നിരിക്കുന്നത് 7ാം ക്ലാസ്സുകാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് കേട്ടോ. 7ാം ക്ലാസ്സുകാർക്ക് നാളെ ഹിന്ദി എക്സാമാണ്, ഉച്ചയ്ക്ക് ശേഷമാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട ശേഷവും നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. നിങ്ങൾ ഓൾറെഡി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടാവും, എന്നാലും ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടാവുമോ എന്ന് നോക്കുക കേട്ടോ. ഈ വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ആ നോട്ടെടുത്ത് നന്നായിട്ട് പഠിക്കുക, നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതുക. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ UP ക്ലാസ്സിൽ നിന്ന് മാറിയിട്ട് ഹൈസ്കൂളിലേക്ക് പോവാണല്ലേ. അപ്പോൾ കുറച്ച് നല്ല എന്താ പറയുക, നല്ല രീതിയിൽ എക്സാമൊക്കെ എഴുതി നല്ല മിടുക്കന്മാരായിട്ട് വേണം 8ാം ക്ലാസ്സിലേക്ക് പോകാൻ. അപ്പോൾ നമുക്ക് ഇന്നിവിടെ പറയാനുള്ളത് 4ാമത്തെയും 5ാമത്തെയും യൂണിറ്റുകളിൽ നിന്നാണ് കൂടുതലും ചോദ്യങ്ങൾ വരിക. തും ജിയോ ഹസാരോം സാൽ, സാൽ കെ ദിൻ ഹോ 50,000 അല്ലേ, സിറാജ് ഹുസൈൻ്റെ കഹാനിയാണ്. അപ്പോൾ ആ കഹാനിയിൽ നിങ്ങൾക്ക് അറിയാം, അത് നിമ്മിയുടെ ഒരു ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട അല്ലേ, ഒരു ബർത്ത്ഡേ കാർഡുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ആ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ പഠിക്കാനുള്ളതെന്ന് പറയുന്നത്, നിങ്ങൾ ഓൾറെഡി അതിൻ്റെ നോട്ടൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. പേജ് നമ്പർ 47 ആ ചാപ്റ്റർ തുടങ്ങുമ്പോൾ അതിൻ്റെ ആക്ടിവിറ്റീസ് കൊടുത്തിരിക്കുന്നത് പേജ് നമ്പർ 51. പേജ് നമ്പർ 51 ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, സഹിയ ഗലത്ത് ലിഖിയ എന്ന് പറഞ്ഞിട്ട്. കഹാനിക്ക് ആധാർ പർ താലികാമേ സഹിയ ഗലത്ത് ലിഖിയ എന്ന് പറഞ്ഞിട്ട്. ചിലപ്പോൾ അത് എക്സാമിന് അതേപോലെ ചോദിച്ചേക്കാം. അതിൻ്റെ തൊട്ട് താഴെ സഹി മിലാൻ കർക്കെ വാക്യ ബനായ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസറൊക്കെ നിങ്ങളുടെ നോട്ടിലുണ്ടാവും, അതൊക്കെ നന്നായിട്ട് പഠിക്കുക കേട്ടോ. പിന്നെ അതിൽ ബർത്ത്ഡേ കാർഡിൻ്റെ പ്രത്യേകതകൾ നിമ്മി തൻ്റെ കൂട്ടുകാരി റീനയോട് പറയുന്നത് ഒരു ബാച്ചീത് തയ്യാർ കരയെന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം, നിമ്മിയുടെ ഡയറി ചോദിച്ചേക്കാം. അപ്പോൾ നിമ്മിയുടെ ഡയറി എല്ലാവരും നന്നായിട്ട് എഴുതി പഠിച്ചു നോക്കുക. ഡയറി എങ്ങനെ എഴുതേണ്ടത് എന്നുള്ളത് നിങ്ങൾ നേരത്തെ തന്നെ പഠിച്ചില്ലേ, കഴിഞ്ഞ സെക്കൻഡ് ടൈം എക്സാമിനും ഫസ്റ്റ് ടൈം എക്സാമിനും പഠിച്ചിട്ടുണ്ടാവും. 6ാം ക്ലാസ്സിൽ നിന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അത് വിശദമായിട്ട് പേജ് നമ്പർ 39 കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളതൊന്ന് നോക്കുക. അത് നോക്കിയതിന് ശേഷം നിമ്മിയുടെ ഡയറി ഒന്ന് എഴുതി പഠിച്ചിട്ട് നാളത്തെ എക്സാമിന് പോവാം. നിമ്മിയുടെ ഡയറി ടെക്സ്റ്റ് ബുക്കിലുള്ള ആക്ടിവിറ്റീസൊക്കെ തന്നെയാണ് കൂടുതലും വരുന്നത് എക്സാമിന്. നിങ്ങൾ ഹാഫ് ഇയർലി എക്സാമിനൊക്കെ കണ്ടില്ലേ, ഫസ്റ്റ് ടൈം എക്സാമിനും സെക്കൻഡ് ടൈം എക്സാമിനൊക്കെ കൂടുതൽ ചോദ്യങ്ങളും ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങൾ അതേപോലെ വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ പഠിച്ചിട്ട് പോവുക കേട്ടോ. ഇനി അതിലെ രണ്ടാമത്തെ ചാപ്റ്റർ ജന്നത്ത് കെ ബച്ചെ ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്നുള്ള ചാപ്റ്റർ അല്ലേ. അപ്പോൾ ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്നുള്ള ചാപ്റ്റർ എവിടുത്തെ കുട്ടികളുടെ കഥയാണ് പറയുന്നത്? ഇറാനിലെ കുട്ടികളുടെ കഥയാണ് അല്ലേ. അപ്പോൾ അതിൽ ഫിൽമി ലേഖാണ്, ആ ചാപ്റ്റർ ഫിൽമി ലേഖാണ്. അത് എഴുതിയത് വിവേക് മെഹത്തയാണ്. ആ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് മാജിദ് മജീദിയാണ്. സിനിമയിലെ കഥാപാത്രങ്ങളുടെ പേര് ഓർമ്മയുണ്ടോ? സിനിമയിലെ കഥാപാത്രങ്ങളുടെ പേര് ഇവിടെ ഈ വിവേക് മെഹത്ത തൻ്റെ കൂട്ടുകാരനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ. ഈ സിനിമ കണ്ടപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു. അപ്പോൾ സിനിമയിൽ നടക്കുന്ന അതേ സംഭവം, ഏകദേശം സമാന സംഭവം അവരുടെ ജീവിതത്തിലുണ്ടായി. അങ്ങനെയാണ് അദ്ദേഹം ഈ സിനിമ കണ്ടപ്പോൾ തൻ്റെ കൂട്ടുകാരനെ ഓർക്കുന്നത്. അതിൽ വിവേക് മെഹത്തയുടെ കൂട്ടുകാരൻ്റെ പേര് സമീർ എന്നാണ്. സിനിമയിലെ കുട്ടികളുടെ പേര് അലി ഓർ സെഹ്റ മാറിപ്പോവരുത് കേട്ടോ. സിനിമയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? അലി, സെഹ്റ. സിനിമ ഇറാനി സിനിമയാണ്. അത് സംവിധാനം ചെയ്തിട്ടുള്ളത് മാജിദ് മജീദിയാണ്. സംവിധായകന് ഹിന്ദിയിൽ നിദേശക് എന്നാണ് പറയുക, അത് മറന്നു പോകരുതേ. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഈ കുട്ടികളുടെ തൻ്റെ സഹോദരി സെഹ്റയുടെ ചെരുപ്പ് അല്ലേ നന്നാക്കാൻ കൊണ്ടുപോയിട്ട്, ഇവിടെ ഷൂ എന്നാണ് പറയണത് അല്ലേ, അത് നന്നാക്കാൻ കൊണ്ടുപോയിട്ട് പിന്നെ ഒന്ന് നഷ്ടപ്പെട്ടു. അപ്പോൾ അത് അവർ വീട്ടുകാരെ അറിയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, ഉച്ചവരെ ഒരാൾ പോവും, ഒരാളുടെ ഷൂ ഉപയോഗിച്ചിട്ട് ഉച്ചവരെ ഒരാൾ പോവും, ഉച്ചയ്ക്ക് ശേഷം വേറൊരാൾ പോവും. അങ്ങനെ ആ കഥ നിങ്ങൾക്ക് നല്ല ഓർമ്മ ഉണ്ടാവും. അതേപോലെ ഈ വിവേക് മെഹത്തയുടെ കൂട്ടുകാരനും സമീറും പേന എക്സ്ചേഞ്ച് ചെയ്തിരുന്നൊരു കഥയാണ് പറയുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ആ ചാപ്റ്ററിൽ നിന്ന് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്ന് പറയുന്നത്, അതിൽ ആക്ടിവിറ്റി ബോക്സ് നോക്കൂ, പേജ് നമ്പർ 59 आपके स्कूल में हिंदी क्लब के नेतृत्व में जन्नत के बच्चे नामक ईरानी फिल्म का प्रदर्शन होने वाला है, इसकी सूचना देते हुए പോസ്റ്റർ തയ്യാർ കരയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ
അത് നിങ്ങൾ നോട്ടിൽ ചെയ്തിട്ടുണ്ടല്ലോ. പോസ്റ്റർ നന്നായിട്ട് എഴുതി പഠിക്കുക. തൊട്ട് താഴെ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, ഫിലിം പ്രദർശനി കെ ലിയെ ഉദ്ഘോഷണ തയ്യാർ കരേം, അനൗൺസ്മെൻറ്റ് തയ്യാറാക്കാനാണ്. അപ്പോൾ ഈ 2 ആക്ടിവിറ്റീൻ്റെ ഉത്തരം നിങ്ങൾ നന്നായിട്ട് എഴുതി പഠിച്ചിട്ട് പോവുക. നമ്മുടെ ഹൈസ്കൂൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള UP ക്ലാസ്സുകളുണ്ടല്ലോ, അവർക്ക് ഇത്തവണ ചോദിച്ചിട്ടുള്ളത് ഉദ്ഘോഷണ തയ്യാർ കരേം എന്നുള്ള ക്വസ്റ്റ്യനാണ്. അതായത് അനൗൺസ്മെൻറ്റ് തയ്യാറാക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പോസ്റ്റർ ചോദിക്കാം, ചിലപ്പോൾ ഉദ്ഘോഷണ തന്നെ ചോദിക്കാം. ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. കാരണം നിങ്ങൾ രണ്ടും നന്നായിട്ട് പഠിച്ചിട്ടാണ് നാളെ എക്സാമിന് പോകുന്നത്. ഓക്കെ, അതിൽ പേജ് നമ്പർ 58-ൽ നിങ്ങളൊരു ബോക്സ് കണ്ടില്ലേ, ഫിലിം കാ നാം, സിനിമയുടെ പേര്, നിർദ്ദേശക്, ഡയറക്ടറുടെ പേര്, ഫിലിം സമീക്ഷക്. ഇതോടെ ഫിലിമി ലേഖ എഴുതിയത് ആരാണ്? വിവേക് മെഹത്തയാണ്. ഫിലിം കാ നാം ജന്നത്ത് കെ ബച്ചെ അല്ലേ, നിർദ്ദേശക് മാജിദ് മജീദി. സിനിമയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? അലി ഓർ സെഹ്റ അല്ലേ. വിവേക് മെഹത്തയുടെ ഫ്രണ്ടിൻ്റെ പേര് ജമീർ. ഇത്രയും കാര്യങ്ങൾ അതിൽ നിന്ന് ഓർത്ത് വെക്കാം. ഇനി ഉള്ളത് അടുത്ത 5ാമത്തെ യൂണിറ്റ്, നസാരെ എന്നുള്ള യൂണിറ്റ്. അതിൽ പ്രേം കെ സിവ ഓർ കുച്ച് നെഹി, അതൊരു ഡയറിയാണ്. എഴുതിയത് ആരാണ്? ജസിന്ത കെർക്കറ്റ എഴുതിയ ഒരു ഡയറിയാണ്. പേജ് നമ്പർ 63-ലാണ് ആ ഡയറി ഇരിക്കുന്നത്. അതിൽ നിങ്ങൾ ആക്ടിവിറ്റി പേജ് നമ്പർ 67 ഒരു സഹി മിലാൻ കരയും കണ്ടില്ലേ. അപ്പോൾ അതിൻ്റെ ഉത്തരം നിങ്ങൾ നോട്ടിൽ എഴുതിയിട്ടുണ്ടല്ലോ, അത് നന്നായിട്ട് പഠിക്കുക. അതേപോലെ ഈ ഡയറിയെ ബേസ് ചെയ്തുകൊണ്ട് ഒരു വേർഡ് പിരമിഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഒരു കുറിപ്പ് തയ്യാറാക്കിയിട്ടില്ലേ ഉണ്ടല്ലോ അല്ലേ. അതായത് ഹമേ ദൂസരോം സേ സ്നേഹിൽ വ്യവഹാർ കർണ ഹേ, ഇസ് വിഷയ പർ എക്ക് ലഘു ലേഖ ലിഖേ. അത് നോട്ട്ബുക്കിൽ അതിൻ്റെ ആൻസർ ഉണ്ടല്ലോ, അത് നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ അത് ചിലപ്പോൾ ചോദിച്ചേക്കാം. ഇവിടെ ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം, ധർത്തി മേ പ്രേം സബ്സെ താക്കത്വർ മൂല്യ ഹേ. ധർത്തി മേ പ്രേം സബ്സെ താക്കത്വർ മൂല്യ ഹേ എന്ന ഒരു ടൈറ്റിലാണ് തന്നിട്ടുള്ളത്. അതിനെ കുറിച്ചിട്ട് ലഘുലേഖ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഇപ്പോൾ കഴിഞ്ഞ എക്സാമിന് ഹൈസ്കൂൾ അറ്റാച്ച്ഡ് ക്ലാസ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് കേട്ടോ. ആ കുട്ടികൾക്ക് 7ാം ക്ലാസ്സുകാർക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങൾ ലഘുലേഖ തയ്യാറാക്കുമ്പോൾ ഒരു ടൈറ്റിൽ എഴുതണം. അവിടെ പോയിൻറ്റ്സ് തന്നിട്ടുണ്ടാവും. ആ പോയിൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ഓക്കെ, പിന്നെ അടുത്ത ചാപ്റ്റർ ഹാത്തിയോം കി രഘുസർ. അതിൽ അത് ഘടനാക്ക വർണ്ണനാണ്. അത് എഴുതിയത് യാദവേന്ദ്രാണ്. പേജ് നമ്പർ 70-ലാണ് ആ ചാപ്റ്റർ വരുന്നത്. ആ ചാപ്റ്ററിൽ നിന്ന് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്ന് പറയുന്നത് പേജ് നമ്പർ 75-ൽ കുറച്ച് സൂചനാ പട്ട് കണ്ടില്ലേ, സൂചനാ പട്ട് കണ്ടോ, അത് ചിലപ്പോൾ ചോദിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളത് ഓരോ നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് വായിച്ച് പഠിക്കുക. ഓക്കെ, പേജ് നമ്പർ 75. പിന്നെ നമ്മൾ ഇതൊന്നും അല്ലാണ്ട് ഫസ്റ്റ് ഭാഗത്ത് നിന്ന് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി മിസ് പറയാം. പിന്നെ ബയാ ഹമാരി ചിടിയാറാണി എന്നുള്ള മഹാദേവി വർമ്മയുടെ കവിത നിങ്ങൾ പഠിക്കുന്നില്ലേ. അതിൽ സമാൻ ആശയ വാലി പങ്ക്തിയാം ചുൻകർ ലിയെ എന്ന് പറഞ്ഞിട്ട് പേജ് നമ്പർ 44 ഒരു ആക്ടിവിറ്റി ഉണ്ട്. അതിന് താഴെ തന്നെ സമാൻ അർത്ഥ വാലെ ശബ്ദ ചുൻകർ എന്ന് പറഞ്ഞിട്ട് ഒരു പട്ടിക കണ്ടോ. ആ പട്ടികയിലുള്ള സമാന പദങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വച്ചേക്കാം കേട്ടോ. പക്ഷി എന്നതിന് കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ചിടിയ, ജൽ പാനി, പങ്ക് പർ, ടഹനി ഡാൽ. ഒന്നുകൂടെ പറയാം, പക്ഷി, ചിടിയ, ജൽ പാനി, പങ്ക് പർ, ടഹനി ഡാൽ. ഇനി പേജ് നമ്പർ 22-ൽ സ്വതന്ത്രതാ സേനാനിയോം കാ പ്രൊഫൈൽ തയ്യാർ കരേം അല്ലെങ്കിൽ റപ്പട്ട് തയ്യാർ കരേം എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ കണ്ടില്ലേ. അപ്പോൾ അത് രണ്ടും ഒന്ന് നോക്കി വെക്കുക. പിന്നെ പേജ് നമ്പർ 45-ലുള്ള ആ ചിത്രങ്ങളൊന്ന് നോക്കുക. ആ ചിത്രത്തിന് ചിലപ്പോൾ അത് ചോദിക്കാം. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, നസാരെ എന്നുള്ള യൂണിറ്റിൽ ഹാത്തിയോം കി രഘുസാർ എന്നുള്ള ചാപ്റ്ററിലെ പേജ് നമ്പർ 75 ഇതിലേതെങ്കിലും ഒന്ന് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് പഠിച്ചു പോവാം. നല്ല ഈസി ആയിട്ട് നാളത്തെ എക്സാം എഴുതാം. ഓൾ ദി ബെസ്റ്റ്.